മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഒരുപാട് കാലത്തിന് ശേഷം ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. എന്തിടും എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ എന്നോട് കുറേ പേര് കല്യാണത്തിന് ശേഷം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നിനക്ക് കല്യാണം കഴിഞ്ഞതാണോ അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നേ ഉള്ള ലൈഫാണോ നിനക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്? അല്ലെങ്കിൽ നിനക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്? പിന്നെ അല്ലെങ്കിൽ നീ എന്തിനാ ഇത്രയും നേരത്തെ കല്യാണം കഴിച്ചേ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് ഇങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട് എല്ലാവരും. അപ്പം ഞാൻ കരുതി ഇന്ന് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ആവാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നിനക്ക് വീട്ടിലുള്ള ലൈഫാണോ അല്ലെങ്കിൽ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, കൂടുതൽ കംഫർട്ടബിൾ നീ ഏതാണോ? ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഒരുപാട് ചിന്തിക്കാനൊന്നുമില്ല. ഇപ്പം ഫാമിലീൻ്റെ കൂടെ ആയാലും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ആയാലും രണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ആരുടെ കൂടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ അതിന് എനിക്കൊരു ആൻസർ ഇല്ല. അപ്പനോട് പറഞ്ഞാൽ എനിക്ക് എന്തായാലും അവർ സാധിച്ചു തരും. പക്ഷേ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ ആ മിനിറ്റിന് എനിക്ക് ഓക്കെ പുറത്ത് പോവുക എന്ന് പറഞ്ഞാൽ അപ്പം പുറത്ത് പോവാം. പക്ഷെ വീട്ടിലത് നടക്കില്ലായിരുന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു ഫ്രീഡം എനിക്ക് കുറച്ചുകൂടി ഇവിടെ ഉണ്ട്. എന്ന് വെച്ചിട്ട് അച്ഛനും അമ്മയും അവർ പറ്റും പോലെ അത്രയും നല്ല അടിപൊളിയായിട്ടാണ് നോക്കിയത്. അപ്പം എനിക്ക് ഇതിൽ രണ്ടിലും ആരെ കൂടിയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതിൽ എനിക്ക് ആൻസർ ചോദിച്ചത്, ഇപ്പം നിനക്ക് ഇത്ര വയസ്സല്ലേ ആയിട്ടുള്ളൂ, പിന്നെ നീ എന്തിന് ഇത്ര വേഗം കല്യാണം കഴിക്കുന്നു, ഒരു 27-28 വയസ്സൊക്കെ ആയിട്ട് കെട്ടിയാൽ പോരായിരുന്നു. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത്, നല്ലൊരു പാർട്ട്ണറാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റായിട്ട് കല്യാണം കഴിക്കണമെന്ന്, എല്ലാം സെറ്റിൽഡ് ആയിട്ട് കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയില്ല. ഞങ്ങൾ ചോദിച്ചു, നിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ഇവരൊക്കെ ഒരേപോലെ തന്നെയാണോ? അല്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പോലെ തന്നെയാണ് ഏട്ടൻ്റെ അച്ഛനും അമ്മയും. എനിക്ക് വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഞാൻ കഴിഞ്ഞൊരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ ഇവിടേക്ക് ബാംഗ്ലൂരേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു. ആരുമില്ലല്ലോ എന്നുള്ളൊരു തോന്നലേ ഉണ്ടായിട്ടില്ല. അവരെന്നെ അത്രയും നല്ല കംഫർട്ടബിൾ ആക്കി എന്നെ കൊണ്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും അതേപോലെ ആവണമെന്നൊന്നും ഇല്ല. പക്ഷേ ഇപ്പോഴത്തെ ഭൂരിഭാഗം ഫാമിലീസിലും ഇതേപോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബാംഗ്ലൂർ ലൈഫ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാംഗ്ലൂർ. ഞാൻ കല്യാണത്തിന് മുന്നേയും എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ നാട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവിടെ എന്താ പറയുക, നമ്മുടെ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അല്ലാണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലെ എവിടെ പോയതിന് പോവുക, എന്താ എങ്ങനെ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ഇല്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാര്യമുള്ളൂ. എല്ലാവരും ലൈഫിൽ ഭയങ്കര ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളെ കാര്യം നമ്മൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ കൂടെ കൂടണം. നല്ല സപ്പോർട്ട് വേണം. കാരണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനും പിന്നെ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. പിന്നെ ഈ ഒരു കാര്യം എന്നോട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് തന്നെ പറയാമെന്ന് വിചാരിച്ചത്. ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.